വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ മൗഗ്ലി എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി 2016 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് അഡ്വഞ്ചർ ഡ്രാമ ഫിലിമാണ് ദ ജംഗിൾ ബുക്ക്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കാടാണ്. ആ കാട്ടിലൂടെ സിനിമയിലെ നായകനായ മൗഗ്ലി എന്ന കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അവനോടൊപ്പം കുറച്ച് ചെന്നായ്കളും ഓടുന്നുണ്ട്. കുറെ ദൂരം ചെന്ന ശേഷം അവൻ ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും അതിലൂടെ ഓടുകയും ചെയ്യുന്നു. ഇതിനിടെ അവൻ ചവിട്ടുന്ന ഒരു ചില്ല ഒടിഞ്ഞു പോവുകയും താഴെ വീണ ശേഷം ഓടുന്നതിനിടെ പിന്നിലൂടെ വന്ന പുലി അവനെ പിടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊന്നും ഓടിയാൽ പറ്റില്ലെന്നും കുറച്ചുകൂടി നന്നായി പഠിച്ചെങ്കിലേ നിനക്ക് ഈ കാട്ടിൽ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്നും കരിമ്പുലി അവനോട് പറയും. അവരെല്ലാവരും കൂട്ടുകാരാണ്. മൗഗ്ലിയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കരിമ്പുലി പഠിപ്പിച്ചതാണ്. അങ്ങനെ അവർ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചതെന്നറിയാം, എന്നാലും നിന്റെ കൂട്ടുകാരിപ്പോൾ ചെന്നായ്കളാണ്. അവരെ പോലെ പെരുമാറാൻ നീ പഠിക്കണമെന്ന് ആ കരിമ്പുലി പറയുന്നു. അവന്റെ പേര് ബഗീര എന്നാണ്. പിന്നീട് ബഗീര പറയുന്ന ഒരു കഥയാണ് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവനെ എനിക്ക് കിട്ടിയപ്പോൾ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. ഇവൻ ഈ കാട്ടിൽ അതിജീവിക്കണമെങ്കിൽ ഒരു കൂട്ടം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവനെ സംരക്ഷിക്കാനായി ഞാൻ ഈ കുഞ്ഞിനെ ചെന്നായ്കളെ ഏൽപ്പിച്ചു. ചെന്നായ്കളാണ് പിന്നീട് ഇവനെ വളർത്തിയത്. ചെന്നായ്കൾ പെട്ടെന്ന് വളരും, എന്നാൽ ഇവൻ കുറച്ച് പതുക്കെയാണ് വളരുന്നത്. അങ്ങനെ മൗഗ്ലി അവനെ വളർത്തുന്ന രക്ഷ എന്നു പേരുള്ള അവന്റെ അമ്മയായ ചെന്നായയുടെ അടുത്ത് ചെന്നിരിക്കുന്നു. ഇന്ന് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്നും ബഗീര എന്നെ പിടിച്ചുവെന്ന് അവൻ പറയുകയും അതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെന്നായ്കളുടെ നേതാവായ അഖേല അവർക്കുള്ള മുദ്രാവാക്യം പറഞ്ഞു കൊടുക്കുകയും അത് മൗഗ്ലി ഉൾപ്പെടെയുള്ള എല്ലാവരും ഏറ്റു പറയുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ വർഷത്തെ വേനൽക്കാലം വന്നെത്തി. കടുത്ത വേനലാണ് ആ വർഷം എത്തിയത്. അങ്ങനെയിരിക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരുത്തൻ നോക്കുമ്പോൾ വെള്ളത്തിലുണ്ടായിരുന്ന സമാധാനപ്പാറ എന്നറിയപ്പെടുന്ന പാറ വെള്ളത്തിന് പുറത്ത് കിടക്കുകയാണ്. ഉടൻ തന്നെ വരൾച്ചയുണ്ടാവുന്ന കാര്യം അറിയിക്കാൻ അവൻ വിളിച്ചു പറയുകയും കാട്ടിലുള്ളവരെല്ലാം വരൾച്ചയുണ്ടായ കാര്യം അറിയുകയും ചെയ്യുന്നു. കാട്ടിലെ നിയമം അനുസരിച്ചിട്ട് വരൾച്ചയുണ്ടാവുമ്പോൾ സമാധാനപ്പാറയുടെ അരികിൽ മാത്രമേ വെള്ളം ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് അവിടെ വെള്ളം കുടിക്കാൻ വരുന്ന ജീവികളെ ഒന്നും വേട്ടയാടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആരും ആരെയും ആക്രമിക്കാറില്ല. എല്ലാവരും വെള്ളം കുടിക്കാൻ എത്തിയത് കണ്ട് മൗഗ്ലിയും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെ പലരും ഇതിനു മുമ്പ് ഒരു മനുഷ്യക്കുഞ്ഞിനെ കണ്ടിട്ടില്ലെന്നും നന്നായി പെരുമാറണമെന്നും ഇവിടെ ആരെയും ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് കാട്ടിലെ നിയമമെന്നും അമ്മ പറയുന്നു. അങ്ങനെ അവൻ അവിടുത്തെ ജീവികളെല്ലാം നോക്കി നടക്കുകയാണ്. ഇതിനിടെ ബഗീര വെള്ളം കുടിക്കാൻ വരികയും അവനെ കണ്ട് പേടിക്കുന്ന മാനുകൾ വരൾച്ചാ സന്ധിയാണ് ഇപ്പോൾ ഉള്ളതെന്നും നമ്മളെന്നും ആക്രമിക്കില്ല എന്നും പറയുന്നു. അങ്ങനെ എല്ലാ ജീവികളും വളരെ സൗഹൃദത്തോടെ വെള്ളം കുടിക്കുകയാണ്. ഇതിനിടെ വെള്ളത്തിലേക്ക് ഒരു കപ്പ് വന്ന് വീഴുന്നു. അത് വലിച്ചെടുത്ത് വെള്ളം കുടിക്കുന്നത് മൗഗ്ലിയാണ്. എല്ലാവരും ഇത് കണ്ട് അതിശയത്തോടെ നോക്കുമ്പോൾ അഖേല അവിടേക്ക് വരികയും നിന്റെ ഇതുപോലത്തെ തന്ത്രങ്ങളൊന്നും ഈ കാട്ടിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നും എല്ലാ ജീവികളും പെരുമാറുന്നത് പോലെ പെരുമാറണമെന്നും അവനോട് പറയും. പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്നതായി അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു. അവർ നോക്കുമ്പോൾ ഷേർഖാൻ ആണ് അവിടേക്ക് വരുന്നത്. സിനിമയിലെ വില്ലനായ കഥാപാത്രമാണ് ഷേർഖാൻ. അവൻ വരുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അവൻ വെള്ളം കുടിച്ച ശേഷം അവരോടെല്ലാം സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ഒരുപാട് പേരുടെ മണം വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ കിട്ടാത്ത ഒരു പുതിയ മണം കൂടി ഇവിടെ അടിക്കുന്നുണ്ട്. എല്ലാവരും അവനെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. അവൻ കാട്ടിലെ നിയമങ്ങളൊന്നും നോക്കാതെ ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പേടിക്കുന്നത്. നീ പറഞ്ഞ പുതിയ മണം എന്റെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യക്കുഞ്ഞിന്റേതാണെന്ന് അഖേല പറയും. ഓഹോ, നിന്റെ കൂട്ടത്തിലുള്ളതാണോ? അതാരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അതൊരു മനുഷ്യക്കുഞ്ഞാണെന്ന് അഖേല പറയുന്നു. എപ്പോൾ മുതലാണ് കാട്ടിൽ മനുഷ്യനെയൊക്കെ കൂട്ടാൻ തുടങ്ങിയതെന്നും ഇതൊക്കെ കാട്ടിലെ നിയമത്തിനെതിരല്ലേ എന്നുമൊക്കെ അവൻ ചോദിക്കുമ്പോൾ അത് വെറും കുഞ്ഞാണെന്ന് അഖേല പറയുകയും മനുഷ്യക്കുഞ്ഞ് വളർന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ എന്റെ മുഖത്തോട്ട് നോക്കാൻ ഷേർഖാൻ വിളിച്ചു പറയുകയും ചെയ്യും. മനുഷ്യന് പണ്ട് മുതലേ ഈ കാട്ടിൽ വിലക്കാണ്, അതാണ് കാടിന്റെ നിയമം എന്ന് ഷേർഖാൻ പറയുമ്പോൾ രക്ഷ അവിടെ ഇടപെടുകയും അവൻ എന്റെ മകനാണെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ചെന്നായയായി അവൻ വളർന്നുകൊള്ളുമെന്നും നീ നിന്റെ പണി നോക്കി പോവാനും രക്ഷ പറയുകയും ഷേർഖാന് ആകെ ദേഷ്യമാവുകയും ചെയ്യും. കാടിന്റെ ഈ ഭാഗം ഭരിക്കുന്നത് ഞാനാണ്, ഇവിടെ വന്ന് ഭീഷണി മുഴക്കാതെ നീ പോകാൻ അഖേല പറയുകയും ഇത് കേട്ട് ആകെ ദേഷ്യമാകുന്ന ഷേർഖാൻ അവരോട് ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇപ്പോ വരൾച്ചാ സന്ധി ആയതുകൊണ്ടായിരിക്കും നീയൊക്കെ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അധികം വൈകാതെ തന്നെ മഴ വരും. സമാധാനപ്പാറ വെള്ളത്തിനടിയിലാവുന്ന ആ നിമിഷം സന്ധി അവസാനിക്കും. അതിനുശേഷം നിനക്കൊക്കെ ആ മനുഷ്യ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കും. ഉറപ്പായി ഞാൻ അവനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞ് ഷേർഖാൻ അവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ കേട്ട് മൗഗ്ലി ആകെ പേടിച്ചിരിക്കുകയാണ്. ഇതോടെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മഴ വരുന്നു. കാട്ടിൽ മുഴുവൻ അതിശക്തമായ മഴ പെയ്യുകയും നല്ല രീതിയിൽ വെള്ളം സമാധാനപ്പാറയിലേക്കൊക്കെ ഇരച്ചു കയറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഷേർഖാന്റെ ഭീഷണിയോർത്ത് ചെന്നായ്കളെല്ലാം വളരെയേറെ പേടിയിലാണ്. അവർ എന്നും എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ഇതെല്ലാം എല്ലാ ദിവസവും മൗഗ്ലി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അന്ന് മൗഗ്ലി നേരെ ചെന്നായ്കൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു. ബഗീരയും ഇത് കാണുന്നുണ്ട്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും ഇല്ലെങ്കിൽ നമുക്കും അപകടമാണെന്നും ഒക്കെ പല ചെന്നായ്കളും അഖേലയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവൻ അവിടേക്ക് ചെന്ന് നിങ്ങളാരും എന്റെ പേരിൽ ഒരു വഴക്ക് കൂടണ്ടെന്നും ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാമെന്നും അവൻ പറയുന്നു. നീ നിന്റെ മാളത്തിലേക്ക് പോകാനൊക്കെ രക്ഷ പറയുമെങ്കിലും അവൻ പോകുന്നതാണ് നല്ലതെന്നും മനുഷ്യന്റെ സ്ഥാനം മനുഷ്യന്റെ കൂടെയാണെന്നും ഒക്കെ മറ്റ് ചെന്നായ്കൾ പറയുന്നു. ഇതിനിടെ ബഗീര അവിടേക്ക് വന്ന് ഇടപെടുകയും അവൻ പറഞ്ഞത് ശരിയാണെന്നും അവൻ വളർന്നു വരികയാണെന്നും മനുഷ്യന്റെ കൂടെ പോകാൻ സമയമായെന്നും അവൻ പറയുന്നു. എന്നാൽ വിഷമത്തോടെ
രക്ഷ അവന്റെ അടുത്തേക്ക് വന്ന് അവൻ എന്റെ കുഞ്ഞാണെന്നും അവനെ എങ്ങോട്ടും ഞാൻ പറഞ്ഞു വിടില്ലെന്നും അവരോടൊക്കെ പറയുന്നു. എന്നാൽ അവരാരും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവൻ മനുഷ്യരുടെ കൂടെ പോകുന്നത് തന്നെയാണ് നല്ലത്. അവിടെ മാത്രമേ അവന് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയൂ. ഇവിടെ ഏത് നിമിഷവും അവന്റെ ജീവന് ഭീഷണിയാണെന്നൊക്കെ നേതാവായ അകേല പറയുന്നു. ഉടൻ മൗഗ്ലി രക്ഷയുടെ അടുത്ത് വന്ന് എനിക്കൊന്നും സംഭവിക്കില്ലെന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മയെ കണ്ടോളാമെന്നും ധൈര്യമായി ഇരിക്കാനും ഒക്കെ പറയും. നീ എവിടെ പോയി എന്തൊക്കെ ചെയ്താലും എന്റെ സ്വന്തം മകനാണെന്നും എന്നെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് രക്ഷ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് അവൻ അവരെ പിരിഞ്ഞ് ബഗീരയോടൊപ്പം മനുഷ്യരുടെ അടുത്തേക്ക് പോവുകയാണ്. രക്ഷയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അവൻ ബഗീരയോടൊപ്പം ഒരുപാട് ദൂരം താണ്ടി മനുഷ്യരുടെ അടുത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം അവർ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത്. നീയല്ലേ എപ്പോഴും പറയാറുള്ളത് മനുഷ്യരുടെ അടുത്തേക്ക് പോകരുതെന്നും ചിലപ്പോ കെണിയിലൊക്കെ പെടാൻ ചാൻസ് ഉണ്ടെന്നുമൊക്കെ, എന്നിട്ടിപ്പോ എന്നെ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ അതൊന്നും ബാധിക്കില്ലെന്നൊക്കെ അവൻ പറയും. ഇതിനിടെ അവർ പോകുന്ന വഴിയിൽ കുറച്ച് ആനകൾ വരുന്നതായി കാണുകയും ഇത് കാണുന്ന ബഗീര അവനോട് തല കുനിച്ച് കിടക്കാൻ പറയുകയും ചെയ്യും. അതെന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ആനകളാണ് ഈ കാടുണ്ടാക്കിയതെന്നും അവരുടെ കൊമ്പ് കൊണ്ട് ഉണ്ടായ കുഴികളാണ് നദികളായതെന്നുമൊക്കെ അവൻ പറയുന്നു. അങ്ങനെ ആനകൾ എല്ലാവരും അവരുടെ മുന്നിലൂടെ പാസ് ചെയ്തു പോവുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെയും പോയി അവർ രണ്ടുപേരും പോത്തുകൾ കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തുന്നു. എനിക്ക് കാട്ടിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം, പിന്നെന്തിനാ എന്നെ മനുഷ്യരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഇനി കാട്ടിൽ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ലെന്നും ഷേർഖാന്റെ ഭീഷണി വെറുതെ ഒന്നുമല്ലെന്നും മനുഷ്യർക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നും ബഗീര പറയുന്നു. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് പോകുന്നതിനിടെ ബഗീരയ്ക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. എന്തോ ഒരു അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും നീ പെട്ടെന്ന് ആ കൊക്കയുടെ സൈഡിലേക്ക് ഓടാനും ബഗീര പറയുന്നു. എന്നാൽ അവൻ ഒന്നും മനസ്സിലാവാതെ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷേർഖാൻ ചാടി വീഴുകയും ബഗീര അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കണ്ട ഉടൻ മൗഗ്ലി ആഞ്ഞ് ഓടാൻ തുടങ്ങുന്നു. പോത്തുകളെല്ലാം ആകെ വിരണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൗഗ്ലി ആണെങ്കിൽ ജീവനും കൊണ്ട് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഷേർഖാനും ബഗീരയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. ഇതിനിടെ ഷേർഖാൻ ബഗീരയെ അടിച്ചിട്ട ശേഷം മൗഗ്ലിയുടെ പിറകെ ചെല്ലുന്നു. രണ്ടുപേരും വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൗഗ്ലി ഓടി ബഗീര പറഞ്ഞ കുഴിയുടെ അടുത്തെത്തുകയും ഷേർഖാൻ അവന്റെ തൊട്ടടുത്തെത്തുകയും ചെയ്യുന്നതോടെ പോത്തുകൾ കൂട്ടമായി വന്ന് ഷേർഖാനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഈ സമയം കൊണ്ട് മൗഗ്ലി കുഴിയിലേക്ക് എടുത്തു ചാടുകയും താഴെ വീണ ശേഷം എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് പോത്തുകൾ കൂട്ടമായി തന്റെ നേർക്ക് വരുന്നതായി കാണുകയും ചെയ്യുന്നു. അവൻ ഓടാൻ ശ്രമിക്കുമെങ്കിലും പോത്തുകളെല്ലാം അടുത്തെത്തിയിരിക്കുകയാണ്. അവൻ അവയുടെയൊക്കെ ഇടയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുകയും ഇതിനിടെ ഷേർഖാൻ മുകളിൽ വന്ന് അവൻ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മൗഗ്ലി നോക്കുമ്പോൾ ഷേർഖാൻ തന്നെ കണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ പോത്തുകൾ പോയി കഴിഞ്ഞ് അപകടമാണെന്ന് മനസ്സിലാക്കുന്ന മൗഗ്ലി ഒന്നും ചിന്തിക്കാതെ അതുവഴി വരുന്ന ഒരു പോത്തിന്റെ ദേഹത്ത് ചാടി പിടിക്കുകയും ഷേർഖാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇതോടെ ഷേർഖാന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. അങ്ങനെ അവൻ പോയി പോത്തുകളുടെ കൂടെ ഒരു മലയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മൗഗ്ലിക്ക് ബോധം വരികയും ഉണർന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതായി കാണുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവൻ പേടിക്കുമെങ്കിലും ഉടൻ തന്നെ അവർ നിൽക്കുന്നതിന്റെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് കണ്ട് അവൻ താഴേക്ക് ചാടുകയും ഉരുണ്ടുരുണ്ട് നേരെ ചെന്ന് താഴെയുള്ള വെള്ളത്തിൽ വീഴുകയും ചെയ്യുന്നു. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന അവൻ ഒരുവിധം നീന്തി അവിടെയുള്ള ഒരു തടിയിൽ പിടിച്ചു കിടക്കുകയും വെള്ളത്തിനോടൊപ്പം ഒഴുകി പോവുകയും ചെയ്യും. ഈ സമയം മൗഗ്ലി പോയതിന്റെ വിഷമത്തിലിരിക്കുകയാണ് രക്ഷ. മൗഗ്ലി എന്തിനാ അമ്മേ പോയതെന്നൊക്കെ രക്ഷയുടെ മറ്റു കുട്ടികൾ ചോദിക്കുമെങ്കിലും അവൻ പോകുന്നതാണ് അവന്റെ ജീവന് നല്ലതെന്നൊക്കെ രക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പെട്ടെന്ന് ഷേർഖാൻ അവരുടെ ഇടയിലേക്ക് വരികയും എല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യും. അവൻ നേരെ അകേലയുടെ അടുത്ത് വന്ന് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ആ മനുഷ്യ കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന്, പിന്നെ നീയൊക്കെ അവനെ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടത് എന്ന് ഷേർഖാൻ ചോദിക്കുമ്പോൾ അവൻ അവന്റെ വർഗമായ മനുഷ്യരുടെ അടുത്തേക്ക് പോയെന്ന് അകേല പറയും. അതെന്തിനാ നിങ്ങൾ അവനെ അവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ നമ്മളോടൊപ്പം നിൽക്കുന്നത് നല്ലതല്ലെന്നും കാട്ടിൽ സമാധാനം വേണമെങ്കിൽ അവൻ പോയേ തീരുള്ളൂ എന്നും അകേല പറയും. അവൻ അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ല, അവനെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, അവനെ വരുത്താൻ ഈ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകേലയെ ആക്രമിച്ച് കൊക്കയിലേക്ക് എറിഞ്ഞു കൊല്ലുന്നു. ശേഷം മറ്റുള്ളവരുടെ നേർക്ക് തിരിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്കൊരു നേതാവില്ലെന്നും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാം അവസ്ഥയെന്നും ആ മനുഷ്യ കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങളെല്ലാം എന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും അവൻ പറയുന്നു. ഈ സമയം മൗഗ്ലി ഒഴുകി ഒരു കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ ആ കാട്ടിലേക്ക് ഇറങ്ങി പതുക്കെ അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നു. ഇതെവിടെയാണെന്നും ആരെങ്കിലും ഉണ്ടോന്നും ഒന്നും അവൻ അറിയില്ല. ഇതിനിടെ അവൻ തറയിൽ എന്തോ സഞ്ചി പോലെ ഒരു സാധനം കിടക്കുന്നത് കണ്ട് അത് എടുത്തു നോക്കുമ്പോൾ അതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ അതൊരു പാമ്പിന്റെ തോലാണ്. അങ്ങനെ പിന്നെയും അവൻ മുന്നോട്ട് നടന്ന് ഒരിടത്ത് കുറച്ച് പഴങ്ങൾ കാണുകയും അവൻ ഒരുവിധം അത് പറിച്ച് ഒരിടത്തിരുന്ന് അത് തിന്നാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനിടെ അവിടെയുള്ള ചില ജീവികൾ അവന്റെ അടുത്തേക്ക് വരികയും അതിനെ കണ്ട് അവൻ കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ മറ്റൊരു ജീവി ആ പഴവും എടുത്തുകൊണ്ട് പോകുന്നു. അവൻ അത് തിരിച്ചു തരാൻ പറഞ്ഞ് അതിന്റെ പിറകെ ഓടുകയാണ്. അങ്ങനെ ഓടി അവൻ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ ആകെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ കിളികളുടെ ഒന്നും ശബ്ദമില്ലാതെ നിശബ്ദമായി ഇരിക്കുന്നത് കണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അവൻ വിളിച്ചു ചോദിക്കുകയും പെട്ടെന്ന് ആരോ അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല, ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, എന്റെ കൂട്ടുകാർ
കൂട്ടുകാരൻ ബഗീര ഇപ്പോൾ വരും, അപ്പൊ തന്നെ ഞാൻ പൊയ്ക്കൊള്ളാമെന്നൊക്കെ അവൻ പറയുമെങ്കിലും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും നിന്റെ കൂട്ടുകാരൻ വരുന്നത് വരെ ഞാൻ നിനക്ക് കൂട്ടിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അവന്റെ അടുത്തേക്ക് വരുന്നു. അതിനെ കണ്ട് അവൻ ആകെ പേടിച്ചു നിൽക്കുകയാണ്. എന്റെ പേര് കാന്നാണ്. ഈ കൊടുങ്കാട്ടിൽ നിന്നെ പോലെ ഒന്നിനെ ആരും കണ്ടിട്ടില്ലല്ലോ, നീ ഇവിടെ എന്തെടുക്കുകയാണെന്നൊക്കെ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പാമ്പ് ഓരോന്ന് പറഞ്ഞ് അവന്റെ കിളി പോവുകയും അവന് തല മുഴുവൻ ചുറ്റുന്നത് പോലെ തോന്നുകയും ചെയ്യും. നീ ആരാണെന്നും എവിടെന്നാണ് വന്നതെന്നും എനിക്ക് നന്നായി അറിയാം. ഒരിക്കൽ നിന്റെ അച്ഛൻ നിന്നെയും കൊണ്ട് ഈ കാട്ടിൽ പെട്ടുപോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചുവന്ന പൂവുണ്ടായിരുന്നു. അതിനെ മനുഷ്യർ വിളിക്കുന്നത് തീ എന്നാണ്. അത് മനുഷ്യരുടെ കയ്യിൽ മാത്രമുള്ളതാണ്. അതുപയോഗിച്ച് അവർക്ക് എന്തിനേയും നശിപ്പിക്കാൻ കഴിയും. അയാൾ നിന്നെയും കൊണ്ട് ഒരു ഗുഹയിൽ ഇരിക്കുന്നതിനിടെ ഷേർഖാൻ ആ ഗുഹയിലേക്ക് കയറി വന്നു. ഇത് കണ്ട നിന്റെ അച്ഛൻ കയ്യിലുണ്ടായിരുന്ന ചുവന്ന പൂവെടുത്ത് ഷേർഖാനുമായി ഫൈറ്റ് ചെയ്തു. അവിടെ വെച്ച് ഷേർഖാൻ നിന്റെ അച്ഛനെ കൊന്നു. എന്നാൽ അയാളുടെ കയ്യിലെ ചുവന്ന പൂവ് അവന്റെ മുഖത്ത് പൊള്ളലുണ്ടാക്കി. ഇതോടെ അവൻ അവിടെ നിന്ന് ഓടി. എന്നാൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിന്നെ ഷേർഖാൻ കണ്ടില്ല. നീ പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതിനിടെ അവിടേക്ക് വന്ന നിന്റെ കൂട്ടുകാരൻ നിന്നെ കാണുകയും നീ അവനോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ കരിമ്പുലി നിന്നെ ചെന്നായ്കളുടെ കയ്യിലേൽപ്പിച്ചു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാ മൗഗ്ലിയെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. മൗഗ്ലി ആണെങ്കിൽ ആകെ കിളിപോയി നിൽക്കുന്നു. ശേഷം കാ അവനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ആരോ കായെ ആക്രമിക്കുകയും മൗഗ്ലി തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്യും. ഇതോടെ അവന്റെ ബോധം പോയിരിക്കുകയാണ്. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ തന്റെ മുന്നിൽ ഒരു കരടി നിൽക്കുകയാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് എന്റെ ഗുഹയാണ്, നീ ഇപ്പോൾ എന്റെ കൂടെയാണെന്നൊക്കെ അവൻ പറയുന്നു. നീ ആരാണെന്നൊക്കെ മൗഗ്ലി ചോദിക്കുമ്പോൾ എന്റെ പേര് ബാലു എന്നാണെന്നും ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചതെന്നും നിന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി എനിക്കൊരു കാര്യം ചെയ്തു തരണമെന്നും അവൻ പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് ബാലു പുറത്തേക്ക് നടക്കുകയും അവൻ കൂടെ ചെല്ലുകയും ചെയ്യും. അങ്ങനെ അവർ ഒരു മലയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നീ എനിക്ക് ചെയ്യേണ്ടത്. ഈ ഒലിച്ചു വരുന്ന സാധനം കണ്ടില്ലേ, ഇതാണ് തേൻ. ആ സ്വർണ്ണ നിറത്തിലുള്ള സാധനത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അത് നീ എങ്ങനെയെങ്കിലും എനിക്ക് എടുത്തു തന്നാൽ മതി. എന്നെ കൊണ്ട് അവിടെ കയറി അത് എടുക്കാൻ കഴിയില്ലെന്ന് അവൻ പറയും. അവിടെ കയറി എടുക്കാൻ എനിക്കും കഴിയില്ലെന്ന് മൗഗ്ലി പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുതെന്നും എന്നെ പോലെ അല്ല, നീ ഒരു മനുഷ്യനാണെന്നും മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് എടുക്കാൻ കഴിയുമെന്നും അവൻ പറയും. ദയവ് ചെയ്ത് എനിക്കത് എങ്ങനെയെങ്കിലും എടുത്തു തരാൻ അവൻ പറയുകയും മൗഗ്ലി അതിന് തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ അവൻ കാട്ടിൽ ചെന്ന് കല്ലൊക്കെ ഉപയോഗിച്ച് ഓരോ മരത്തിലൊക്കെ വലിഞ്ഞു കയറി കുറച്ച് വള്ളികളൊക്കെ സംഘടിപ്പിക്കുന്നു. ശേഷം അവന് ആവശ്യമായ വസ്തുക്കളെല്ലാം അവൻ ആ കാട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും അവിടേക്ക് ചെന്ന് ആ മലയുടെ മുകളിൽ നിന്ന് ഒരു മരത്തിൽ വള്ളി കെട്ടി പതിയെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇതെല്ലാം ബാലു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൻ പതിയെ ആ തേനീച്ചക്കൂടിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവൻ പതിയെ അത് ഇടിച്ച് ഇളക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ തേനീച്ചകൾ അവനെ കുത്തുകയും അവന്റെ കയ്യിലെ വടി താഴേക്ക് പോവുകയും ചെയ്യും. ഇതോടെ അവൻ ആ വള്ളിയിൽ തൂങ്ങി ഇറങ്ങുകയും കാലുകൊണ്ട് ചവിട്ടി പതിയെ അത് ഇളക്കിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ബാലുവിന്റെ അടുത്തേക്ക് കുറച്ച് ജീവികളൊക്കെ വരികയും ആ സാധനം ആ കുരങ്ങനെ കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. അത് കുരങ്ങനൊന്നുമല്ല, ഒരു മനുഷ്യനാണ്. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. അങ്ങനെ ഒരുത്തനെയാണ് ഇതെടുക്കാൻ വേണ്ടി ഞാൻ ഇറക്കിയിരിക്കുന്നതെന്നൊക്കെ ബാലു അടിച്ചുവിടുന്നു. അങ്ങനെ മൗഗ്ലി ആ തേൻ മുഴുവൻ അടിച്ച് താഴേക്കിടുകയും ബാലു വളരെ ആവേശത്തോടു കൂടി അത് കഴിക്കുകയും ചെയ്യുന്നു. അതിലുണ്ടായിരുന്നവനെ കൂടി ബാലു പിടിച്ച് നക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തേനീച്ചകളൊക്കെ കുത്തി ഒരു പരുവമായി മൗഗ്ലി അവിടേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് പോകാൻ സമയമായെന്ന് മൗഗ്ലി പറയുമ്പോൾ ബാലു അവിടേക്ക് വന്ന് അവനെ പരിചയപ്പെടാനൊക്കെ ശ്രമിക്കും. മഞ്ഞുകാലത്തേക്ക് എനിക്ക് ഒരുപാട് തേനൊക്കെ ശേഖരിക്കാനുണ്ട്, നീ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എല്ലാം എളുപ്പമായേനെ എന്നൊക്കെ അവൻ പറയുമ്പോൾ എനിക്ക് മനുഷ്യരുടെ ഗ്രാമത്തിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് മൗഗ്ലി പറയും. നീ എന്തിനാ അവിടേക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കടുവ എന്നെ ആക്രമിക്കാൻ നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് എന്റെ സേഫ്റ്റിക്ക് മനുഷ്യരുടെ അടുത്തേക്ക് പോകാൻ ബഗീര പറഞ്ഞു എന്നും മൗഗ്ലി പറയുന്നു. ഓ, ബഗീരയോ? അവനെ എനിക്കറിയാം. അവന് കാടിന്റെ നിയമം വിട്ടൊരു കളിയുമില്ല. നിനക്ക് പോയേ പറ്റുള്ളൂ എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടാക്കാം, എന്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് ബാലു നടക്കുകയും അവൻ കൂടെ ചെല്ലുകയും ചെയ്യും. അങ്ങനെ അവർ ഒരുപാട് ദൂരം പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഒടുവിൽ രാത്രിയാവുമ്പോൾ ബാലു മനുഷ്യരുടെ ഗ്രാമത്തിന്റെ അടുത്ത് അവനെ എത്തിക്കും. ആ ചുവന്ന പൂവ് കാണുന്ന സ്ഥലമാണ് മനുഷ്യരുടെ ഗ്രാമം. അവരുടെ കയ്യിൽ മാത്രമേ ഈ സാധനം കാണൂ. അതിനെ എങ്ങാനും അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ തൊടുന്നതെല്ലാം ആ പൂവ് നശിപ്പിക്കും എന്നൊക്കെ ബാലു പറയുന്നു. അങ്ങനെ മൗഗ്ലി അവന്റെ പുറത്തുനിന്ന് ഇറങ്ങി പോകാൻ തയ്യാറായിരിക്കുകയാണ്. അവിടെ നിന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നു. നീ ഇന്ന് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ എങ്ങും കണ്ടിട്ടില്ല. ആ തേനെടുക്കാൻ ഞാൻ വർഷങ്ങളായി ശ്രമിക്കുകയാണ്. നിന്നെ കണ്ട ആ നിമിഷം തന്നെ നീ അത് എടുത്തു എന്ന് ബാലു പറയുമ്പോൾ അതൊക്കെ എന്റെ തന്ത്രങ്ങൾ വെച്ചിട്ടാണെന്നും അതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നും ചെന്നായിയുടെ രീതി അങ്ങനെയൊന്നും അല്ലെന്നും ഒക്കെ മൗഗ്ലി പറയുമ്പോൾ ചെന്നായിയുടെ രീതി അങ്ങനെയൊന്നും അല്ലായിരിക്കാം, പക്ഷെ നീ ഒരു മനുഷ്യനാണ്, നിന്റെ രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. നീ ഒരു മൃഗമായി ജീവിക്കണ്ട, ഈ കാട്ടിൽ തന്നെ ഒരു മനുഷ്യനായി കഴിയേ. നിന്റെ കഴിവുകളൊക്കെ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്തേനെ. നീ തൽക്കാലം എന്റെ കൂടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് ഈ കാട്ടിൽ ജീവിക്കാം. മഞ്ഞുകാലത്തിന് മുമ്പ് മാക്സിമം തേനൊക്കെ ശേഖരിച്ച് നമുക്കിവിടെ എൻജോയ് ചെയ്യാം. ഇനി അഥവാ എന്റെ കൂടെ ഈ കാട്ടിൽ നിൽക്കുന്നത് നിനക്ക് മടുപ്പാവുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഗ്രാമത്തിൽ കൊണ്ടാക്കാമെന്ന് ബാലു പറയുകയും അവൻ അതിന് തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ പിറ്റേന്ന് മുതൽ മൗഗ്ലി തന്റെ ബുദ്ധി ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കുകയും തേൻ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്യുന്നു. അവിടെയുള്ളവരെല്ലാം അവനെ അതിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് മൗഗ്ലി പറയുന്നത് പോലെയൊക്കെ ചെയ്യുകയും അവർ മലയുടെ മുകളിൽ നിന്ന് തേനൊക്കെ ശേഖരിക്കാൻ തുടങ്ങുകയും
തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ മൗഗ്ലി പറയുന്നത് പോലെയൊക്കെ അവർ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കുകയും അവർ തേനെല്ലാം ശേഖരിക്കുകയും ചെയ്യുന്നു. ഇവിടെ വെച്ച് ഒരു പാട്ട് തുടങ്ങുകയാണ്. മൗഗ്ലിയും ബാലുവും കൂടി ആ കാട്ടിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ കാട്ടിലെന്തോ അനക്കമുള്ളതായി മൗഗ്ലി കാണുകയും അത് കണ്ട് പേടിച്ച് അവൻ ബാലുവിന്റെ പിറകിൽ ഒളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടേക്ക് കയറി വന്ന് ആരാണെങ്കിലും പുറത്തേക്ക് വരാൻ വിളിച്ചു പറയുകയും ബഗീര പുറത്തേക്ക് വരികയും ചെയ്യും. അവനെ കണ്ട് മൗഗ്ലിക്ക് വലിയ സന്തോഷമാവും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബാലുവിനെ പരിചയപ്പെട്ട കാര്യവും മറ്റുമൊക്കെ ബഗീരിയോട് പറയുന്നു. ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ താൻ ചെയ്ത കാര്യങ്ങളും തന്ത്രങ്ങളും എല്ലാം കാണിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും അവർ ശേഖരിച്ച തേനൊക്കെ കാണിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന ബഗീരയ്ക്ക് ആകെ ദേഷ്യം വരികയും നിന്റെ ഈ തന്ത്രങ്ങളൊന്നും ഇവിടെ കാണിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ കാണിച്ചോളാം വയ്യെങ്കിൽ നീ മനുഷ്യരുടെ ഗ്രാമത്തിൽ പോയി കാണിക്കേ, ഇവിടെ ഇതൊന്നും വേണ്ട, നീ ഇപ്പോൾ തന്നെ പോയേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോൾ ബാലു അവിടെ ഇടപെടുകയും അവൻ എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുകയും ചെയ്യുന്നു. നീ ഒരു കള്ളക്കരടിയാണ്, കാടിനെതിരായതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിനക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കുകയാണ്, അതുകൊണ്ട് അവൻ ഇപ്പൊ തന്നെ മനുഷ്യരുടെ അടുത്ത് പോയേ പറ്റുള്ളൂ എന്നൊക്കെ ബഗീര പറയുമ്പോൾ എന്തായാലും ഇന്നിനി യാത്ര വേണ്ടെന്നും നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇന്നിവിടെ തങ്ങിയിട്ട് പോകുന്നതിനെ പറ്റി നാളെ തീരുമാനിക്കാമെന്നും ബാലു പറയും. അങ്ങനെയെങ്കിൽ നാളെ നീ ഉറപ്പായിട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഗീര അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രിയാവുന്നു. ഉറക്കത്തിനിടെ പുറത്തെന്തോ ഒരു ശബ്ദം കേട്ട് മൗഗ്ലി വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ ആനകളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അവൻ നേരെ ചെന്ന് നോക്കുമ്പോൾ ആനകൾ കൂട്ടത്തോടെ നിന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ അവൻ അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നു. അവൻ ചെല്ലുന്നത് കണ്ട് ആനകൾ അവന്റെ നേർക്ക് ബഹളമുണ്ടാക്കാനൊക്കെ തുടങ്ങുകയും ഉടൻ ബഗീര പഠിപ്പിച്ചതുപോലെ കിടന്ന് അവൻ അവരോട് ബഹുമാനം കാണിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആനകൾ പിന്നെയും തിരിഞ്ഞു നിൽക്കുകയാണ്. അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഉടൻ തന്നെ അവൻ തിരിഞ്ഞോടുകയും താൻ ഉണ്ടാക്കി വെച്ചിരുന്ന വള്ളികളും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് നേരെ ആനകളുടെ അടുത്തേക്ക് ഓടുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാകുന്ന ബഗീര അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവുകയും ബാലുവും അവിടേക്ക് വരികയും ചെയ്യുന്നു. അവൻ ആനകൾ നിൽക്കുന്നിടത്തെ കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവൻ അവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ വള്ളികളുടെ അറ്റം ആനകളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ആനകളെല്ലാവരും വലിച്ച് അവരുടെ കുഞ്ഞിനെ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. ആ കുഞ്ഞ് കുഴിയിൽ വീണുപോയതായിരുന്നു പ്രശ്നം. അങ്ങനെ അവൻ ആനകളോടെല്ലാം സന്തോഷം പങ്കുവെച്ച് യാത്ര പറയുകയും അവരുടെ അടുത്തുകൂടി പോവുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ അവൻ കിടുവാണെന്ന് എന്ന് ബാലു പറയുന്നു. അതെനിക്കും അറിയാമെന്ന് ബഗീര പറയുമ്പോൾ എങ്കിൽ പിന്നെ അവനെ പറഞ്ഞു വിടണ്ടെന്നും ആ പാവ ഇവിടേക്ക് നിന്നോട്ടെ എന്നും ബാലു പറയുകയും നിനക്ക് മനസ്സിലാവില്ലെന്നും ഷേർഖാൻ ഏത് നിമിഷവും അവനെ കൊല്ലാൻ തയ്യാറായിരിക്കുകയാണെന്നുമൊക്കെ ബഗീര പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ചെന്നായ്കളുടെ നേതാവായ അഖേല വിചാരിച്ചാൽ ഇവനെ രക്ഷിക്കാൻ പറ്റും. ഇവനെ ചെന്നായ്കളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാനൊക്കെ ബാലു പറയുമ്പോൾ അഖേലയെ ഷേർഖാൻ കൊന്നുവെന്നും ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യുമെന്നും അവന്റെ ജീവൻ രക്ഷിക്കാൻ ആകെയുള്ള വഴി മനുഷ്യരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതാണ്. എന്റെ പൊന്നു ബാലു, അവൻ മരിക്കണ്ടെങ്കിൽ നീ തന്നെ അവനെ പറഞ്ഞു വിടുന്നൊക്കെ ബഗീര പറയുകയും ബാലുവിന് കാര്യം മനസ്സിലാവുകയും ചെയ്യും. അവൻ നേരെ മൗഗ്ലിയുടെ അടുത്തേക്ക് ചെല്ലുകയും നീ ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നുവെന്നും ആനകളുടെ ഇത്രയും അടുത്ത് ആരും പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അവൻ പറയുന്നു. ഇനിയിപ്പോ എന്തായാലും ഇവിടുത്തെ നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിന്റെ കൂട്ടുകാരനായ ബഗീരയും വന്നു. ഇനി നീ ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ ബാലു പറയുമ്പോൾ എനിക്ക് നിന്റെ കൂടെ ഇവിടെ താമസിച്ചാൽ മതിയെന്ന് മൗഗ്ലി പറയുന്നു. അതൊന്നും പറ്റില്ല. നിന്റെ ജീവൻ രക്ഷിച്ചതിന് പകരം നീ എനിക്ക് തേനെടുത്തു തന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം കഴിഞ്ഞു. ഇനി നീ അവന്റെ കൂടെ പൊക്കോന്ന് ബാലു പറയുമ്പോൾ മൗഗ്ലിക്ക് ആകെ വിഷമമാവുകയും അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിക്കളയുകയും ചെയ്യുന്നു. ഞാൻ അവനോട് പറഞ്ഞത് കുറച്ച് കടുത്തു പോയെന്ന് പറഞ്ഞുകൊണ്ട് ബാലു അവിടെ നിന്ന് പോകുന്നു. മൗഗ്ലി അവിടെയുള്ള മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറിയ ശേഷം അവിടെ വിഷമിച്ചിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ ഒരു കുരങ്ങൻ അവന്റെ അടുത്തേക്ക് വന്ന് ഓരോന്ന് കാണിക്കുമ്പോൾ എന്റെ അടുത്തുനിന്ന് പോകാനൊക്കെ മൗഗ്ലി അതിനോട് പറയുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് കുരങ്ങുകൂട്ടം അവനെ പിടികൂടുകയും അവർ അവനെയും കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇത് ബഗീരയും ബാലുവും കാണുകയും അവർ അവന്റെ പിറകെ ഓടി ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ കുരങ്ങന്മാർ അവനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ മൗഗ്ലിയെ പരസ്പരം കൈമാറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയും അവിടെയുള്ള ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങുകയും ചെയ്യുന്നു. മൗഗ്ലിയും ബാലുവും വന്ന് നോക്കുമെങ്കിലും ആ മല നല്ല ഉയരത്തിലാണുള്ളത്. ഞാൻ എങ്ങനെയെങ്കിലും മുകളിൽ കയറി അവനെ രക്ഷിക്കാൻ പോവുകയാണെന്ന് ബഗീര പറയുമ്പോൾ ഞാനും വരുന്നുവെന്ന് ബാലു പറയുകയും അവർ രണ്ടുപേരും പതിയെ ആ മല കയറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയം മൗഗ്ലി മുകളിലെത്തിയിരിക്കുകയാണ്. അവിടെ കുരങ്ങന്മാരുടെ ഒരു കോട്ടയാണ് ഉള്ളത്. അവൻ പതിയെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും പോയി ഒരു പ്രത്യേക സ്ഥലത്തെത്തുകയും ചെയ്യുന്നു. അവൻ അവിടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മറ്റു കുരങ്ങന്മാരെല്ലാം അവിടെ നിന്ന് മാറിക്കളയുകയും പെട്ടെന്ന് അവന്റെ പിന്നിൽ മറ്റൊരാൾ ഉള്ളതായി അവൻ കാണുകയും ചെയ്യുന്നു. നിങ്ങൾ ആരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ കുരങ്ങു വർഗത്തിന്റെ രാജാവാണെന്ന് അവൻ പറയുന്നു. ശേഷം ആ രാജാവ് അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിന്നെ ഇവിടേക്ക് എത്തിക്കാൻ പറഞ്ഞത് ഞാനാണ്. നിനക്കിപ്പോ ഒരു കൂട്ടം വേണം. ചെന്നായ കൂട്ടമൊക്കെ നിന്നെ ഉപേക്ഷിച്ചു. ഇനി മുതൽ നീ എന്റെ കൂടെ കൂടിക്കോ. ആവശ്യത്തിനുള്ള ആഹാരവും സമ്പത്തുമെല്ലാം എന്റെ കയ്യിലുണ്ട്. നിന്നെ ഞാൻ എന്റെ വലം കൈയായി ഇവിടെ കൂടെ നിർത്താം എന്നൊക്കെ അവൻ പറയുമ്പോൾ അതിന് പകരമായി തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് അവൻ പറയുകയും എനിക്ക് ആവശ്യമുള്ളത് നിന്റെ കയ്യിലുണ്ടെന്ന് രാജാവ് പറയുകയും ചെയ്യും. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തീയെന്ന് വിളിക്കുന്ന ചുവന്ന പൂവാണ് എനിക്ക് വേണ്ടതെന്ന് അവൻ പറയുന്നു. മനുഷ്യർക്ക് മാത്രമേ ചുവന്ന പൂ ഉണ്ടാക്കാനും വരുതിയിലാക്കാനും ഒക്കെ കഴിയൂ. അതുകൊണ്ട്
നീ എനിക്ക് വേണ്ടി അത് ഉണ്ടാക്കി തരണമെന്ന് അവൻ പറയുമ്പോൾ അത് ഉണ്ടാക്കരുതെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് അവൻ പറയുന്നു. എന്തുകൊണ്ടാണ് നിന്നെ അങ്ങനെ പഠിപ്പിച്ചതെന്നറിയാമോ? കാരണം അത് കിട്ടിയാൽ നീയായിരിക്കും ഈ കാടിനെ തന്നെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഒന്നിനും ആ ചുവന്ന പൂവിനെ എതിർത്ത് നിൽക്കാനാവില്ലെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും ബാലു അവിടേക്ക് കയറി വരുന്നു. എല്ലാവരും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോന്ന് പറഞ്ഞ് അവരുടെ എല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പുറകിൽ നിന്ന് ബഗീര വന്ന് തന്റെ കൂടെ വരാൻ പറയുകയും ആരും അറിയാതെ മൗഗ്ലി ബഗീരയുടെ കൂടെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരുത്തനത് കാണുകയും ഇതോടെ അവനെ പിടിക്കാൻ രാജാവ് വിളിച്ചു പറയുകയും ചെയ്തു. ഇതോടെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കുരങ്ങന്മാരെല്ലാം അവരെ ആക്രമിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതോടെ ബഗീരയും ബാലുവും അവരെല്ലാം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ സമയം കൊണ്ട് മൗഗ്ലി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും പെട്ടെന്ന് പിന്നിൽ നിന്ന് അവരുടെ നേതാവ് അവിടേക്ക് വരികയും അവൻ തൂങ്ങിയാടി ചാടി നേരെ മൗഗ്ലിയുടെ പിന്നിൽ വരികയും ചെയ്യുന്നു. നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് രാജാവ് ചോദിക്കുമ്പോൾ എന്റെ കൂട്ടത്തിന്റെ അടുത്തേക്കാണെന്നും അകേല എന്നെ സംരക്ഷിക്കുമെന്നും മൗഗ്ലി പറയുന്നു. ഓ, അപ്പൊ നീ ആ കാര്യം അറിഞ്ഞില്ലല്ലേ? നിന്റെ അകേലയെ ഷേർഖാൻ കൊന്നുവെന്ന് അവൻ പറയുകയും നീ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അവൻ ഓടുകയും ചെയ്യുന്നു. രാജാവ് അവന്റെ പിറകെ അതിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. അവൻ എങ്ങോട്ടൊക്കെ ഓടിയിട്ടും രാജാവ് പിറകെ വന്നുകൊണ്ടിരിക്കുന്നു. പുറത്താണെങ്കിൽ ബഗീരയും ബാലുവും കുരങ്ങന്മാരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൗഗ്ലി ആണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഓടുകയും ഒടുവിൽ പുറത്തേക്കുള്ള വഴി കണ്ടെത്തി രക്ഷപ്പെടാനായി ഓടിച്ചെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്യുന്നു. ഇതോടെ രാജാവ് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയും ആ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി വീഴുകയും ചെയ്യും. മൗഗ്ലി അവിടെ പെട്ടുപോയെന്ന് വിചാരിച്ച് അവർ പേടിച്ചു നിൽക്കുകയാണ്. ഉടൻ കുരങ്ങന്മാരെല്ലാം ഓടി അവിടേക്ക് കയറി ചെന്ന് രാജാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ബാലുവും ബഗീരയും അവിടേക്ക് ചെന്ന് നോക്കുന്നതിനിടെ ദൂരെ ഒരു മരത്തിലിരുന്ന് മൗഗ്ലി വിളിക്കുകയും അകേല മരിച്ചുവെന്ന് അവൻ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുകയും ചെയ്യും. ആ കേട്ടത് ശരിയാണെന്ന് ബഗീര പറയുകയും അത് ശരി, ഷേർഖാൻ കൊന്നതാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അവനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗഗ്ലി ദേഷ്യത്തോടെ അവിടെ നിന്ന് താഴേക്ക് ചാടി ഓടുകയും ചെയ്യുന്നു. ബഗീര പിറകെ പോകാൻ ശ്രമിക്കുമെങ്കിലും കല്ലിടിഞ്ഞു വീഴുന്നത് കൊണ്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ മൗഗ്ലി അന്ന് മുഴുവൻ ഒരുപാട് ദൂരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബഗീരയും ബാലുവും അവൻ എങ്ങോട്ട് പോയെന്നറിയാതെ തേടി നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ നേരെ പോകുന്നത് മനുഷ്യരുടെ ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ അവൻ ഗ്രാമത്തിന്റെ അടുത്തെത്തുകയും അവിടെ കുറച്ചുപേരൊക്കെ ഇരിക്കുന്നതായി കാണുകയും ചെയ്യും. അവൻ അവിടെ നിന്ന് തീയിലേക്കാണ് നോക്കുന്നത്. ഷേർഖാനോട് അടങ്ങാത്ത പക അവനുണ്ട്. കുറച്ചുനേരം ആലോചിച്ച ശേഷം നോക്കുമ്പോൾ അവിടെ ഒരു തീപ്പന്തം ഇരിക്കുന്നത് കാണുകയും അവൻ അതും എടുത്ത് കാട്ടിലേക്ക് ഓടുകയും ചെയ്യും. അവനെ തേടി നടക്കുന്ന ബഗീരയും ബാലുവും നോക്കുമ്പോൾ അവൻ തീയുമായി കാട്ടിലേക്ക് കയറിയത് അവർ കാണും. അവൻ ഓടിപ്പോകുന്നതിനിടെ കുറച്ച് തീക്കനൽ കാട്ടിൽ വീഴുകയും അത് പടരാൻ തുടങ്ങുകയും ചെയ്യും. ഒരുത്തൻ തീയുമായി കാട്ടിലേക്ക് വരുന്നത് പരുന്ത് കാണുകയും അത് നേരെ പറന്നു ചെന്ന് അവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും വിവരമറിയിക്കുകയും ചെയ്യും. ഇതോടെ എല്ലാ ജീവികളും അലർട്ടാവുകയും ഏതോ മനുഷ്യൻ ചുവന്ന പൂവുമായി വരുന്നുണ്ടെന്നും എല്ലാവരും നദിക്കരയിലേക്ക് പോകാനായി വിളിച്ചു പറയുകയും കാട്ടിലുള്ള ജീവികളെല്ലാം നദിക്കരയിലേക്ക് ഓടിയെത്തുകയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് തീയും കൊണ്ട് ഓടി വരുന്നത് കണ്ട് അത് മൗഗ്ലി അല്ലെന്ന് അവരൊക്കെ പറയും. അവൻ ഓടി അവരുടെ ഇടയിലേക്ക് വന്ന ശേഷം നീ എവിടെയാണെങ്കിലും പുറത്തുവാ ഷേർഖാൻ എന്ന് അവൻ വിളിച്ചു പറയുന്നു. അല്പസമയത്തിനുള്ളിൽ ഷേർഖാൻ അവിടേക്ക് വരികയും നീ യഥാർത്ഥ മനുഷ്യന്റെ ഗുണം കാണിച്ചുവെന്നും നീ കാട് മുഴുവൻ നശിപ്പിച്ചുവെന്നും അവൻ പറയുന്നു. മൗഗ്ലി നോക്കുമ്പോൾ ആ കാട് മുഴുവൻ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവനെ കണ്ട് പേടിച്ചു നിൽക്കുന്നു. നീ ഇത്രയും നാൾ ഇവരെയൊക്കെ പറ്റിക്കുകയായിരുന്നു. അതുപോലെ എന്നെ പറ്റിക്കാൻ കഴിയില്ല. മനുഷ്യൻ എന്നും മനുഷ്യൻ തന്നെയാണ്. എനിക്കറിയാമായിരുന്നു നീ ഒടുവിൽ കാടിനെതിരെ തിരിയുമെന്ന്. നിന്റെ അച്ഛൻ ചെയ്തതുപോലെ തന്നെ ആ ചുവന്ന പൂ എന്റെ ദേഹത്ത് പ്രയോഗിക്കാൻ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനിടെ ബാലുവും ബഗീരയും അവിടേക്ക് എത്തുന്നു. ആ ചുവന്ന പൂ ഉള്ള ധൈര്യത്തിലല്ലേ നീ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഷേർഖാൻ പറയുമ്പോൾ മൗഗ്ലി ഉടൻ ആ തീയെടുത്ത് പുഴയിലേക്ക് എറിയുകയും ഞാൻ മൗഗ്ലിയാണ്, ഇതാണ് എന്റെ വീട്, എനിക്ക് നിന്നെ ആക്രമിക്കാൻ ഒന്നിന്റെയും ആവശ്യമില്ലെന്നൊക്കെ അവൻ പറയുകയും നീ ഇപ്പോ കാണിച്ചതാണ് ഏറ്റവും വലിയ മണ്ടത്തരമെന്നും എനിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായെന്നും പറഞ്ഞ് മൗഗ്ലിയുടെ അടുത്തേക്ക് വരുമ്പോൾ ബാലുവും ബഗീരയും എല്ലാം ചെന്നായ്കളുടെ മുദ്രാവാക്യവും സംസാരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. അത്രയ്ക്കായോന്ന് പറഞ്ഞുകൊണ്ട് ഷേർഖാൻ വരികയും ബാലുവും ഷേർഖാനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തുടങ്ങുകയും ചെയ്യുന്നു. ഫൈറ്റിനിടെ ഷേർഖാൻ ബാലുവിന്റെ കഴുത്തിൽ കടിക്കുകയും ആക്രമിക്കാൻ പറഞ്ഞുകൊണ്ട് ചെന്നായ്കളെല്ലാം കൂട്ടത്തോടെ ഷേർഖാന്റെ നേർക്ക് ഓടുകയും ചെയ്യുന്നു. പെട്ടെന്ന് ബഗീര അവനെ പിടിച്ചിടുകയും ചെന്നായ്കളെ പോലെ ആക്രമിക്കാൻ നിന്റെ കയ്യിൽ നഖവും പല്ലുമൊന്നുമില്ല, നീ ഒരിക്കലും ചെന്നായല്ല, നീ ഒരു മനുഷ്യനെ പോലെ ആക്രമിക്കാൻ അവൻ പറയുന്നു. ഇതോടെ മൗഗ്ലി ചാടി എഴുന്നേറ്റ് കാട്ടിലേക്ക് ഓടിയിരിക്കുകയാണ്. ഷേർഖാൻ ചെന്നായ്കളെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ മൗഗ്ലി കാട്ടിലേക്ക് ഓടുന്നതായി അവൻ കാണുകയും ഷേർഖാൻ നേരെ അവന്റെ പിറകെ ചെല്ലുകയും ചെയ്യും. ഇത് കാണുന്ന ബഗീര ഷേർഖാന്റെ പിറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചിടുകയും രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. കുറെ നേരം ഫൈറ്റ് ചെയ്ത ശേഷം മറിഞ്ഞു വീഴുന്ന ബഗീരയെ അവൻ കൊല്ലാൻ ശ്രമിക്കുകയും ചെന്നായ്കൾ വന്ന് അവനെ അറഞ്ചം പുറഞ്ചം അടിക്കുകയും ചെയ്യും. ഈ സമയം കൊണ്ട് മൗഗ്ലി തീ പിടിച്ച കാടിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് അവനൊരു ഉണങ്ങിയ മരം കാണുകയും ഇതോടെ അവൻ തന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവൻ നേരെ അവിടുത്തെ മരങ്ങളിലൊക്കെ വലിഞ്ഞു കയറി കല്ലുപയോഗിച്ച് അതിന്റെ വള്ളിയൊക്കെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം കൊണ്ട് ഷേർഖാൻ എല്ലാവരെയും അടിച്ചു തെറിപ്പിച്ചിട്ട് മൗഗ്ലിയുടെ പിന്നാലെ ചെല്ലുന്നു. മൗഗ്ലി നോക്കുമ്പോൾ ഷേർഖാൻ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ്. ഇതോടെ അവൻ വള്ളിയുമായി മുന്നിലേക്ക് പോവുകയും ഷേർഖാൻ അവന്റെ പിറകെ കയറി വരികയും ചെയ്യുന്നു. അവൻ ഒരുവിധം ആ മരത്തിലൂടെ മുന്നിൽ
മുന്നോട്ട് നീങ്ങി ആ മരത്തിന്റെ പ്രത്യേക സ്ഥലങ്ങളിലേക്കൊക്കെ പിടിച്ചു കയറും. എന്നാൽ അവൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ ഷേർഖാൻ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ശേഷം താഴെ നിന്ന് അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അവനെ പിടിക്കാൻ പോവുകയും ചെയ്യും. ഈ സമയം കൊണ്ട് മൗഗ്ലി അവിടുത്തെ ഒരു കമ്പൊക്കെ ഒടിച്ചെടുക്കുകയും അത് കൃത്യമായി അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞ് തൂക്കിയിടുകയും ചെയ്യുന്നു. ശേഷം അവൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെണിയൊക്കെ കൃത്യമായൊന്ന് അവൻ നോക്കുന്നതിനിടെ ഷേർഖാൻ അവിടേക്ക് വരികയും ഇതോടെ അവൻ രക്ഷപ്പെട്ട് മുകളിലേക്കൊക്കെ കയറുകയും ചെയ്യുന്നു. എന്നാൽ ഷേർഖാൻ ഒരുവിധം അവന്റെ കൂടെ കയറി വരികയാണ്. അങ്ങനെ കയറി അവൻ ഉദ്ദേശിച്ച പ്രത്യേക ചില്ലയുടെ അടുത്തെത്തുകയും അതുവഴി മുന്നോട്ട് നടന്ന് ഷേർഖാൻ പിറകെ വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നു. അവൻ തന്റെ പിറകെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൗഗ്ലി മുന്നോട്ട് നടക്കുകയും ഷേർഖാൻ നോക്കുമ്പോൾ താഴെ മുഴുവൻ തീയുള്ളതായി മനസ്സിലാവുകയും ചെയ്യുന്നു. എന്നാൽ മൗഗ്ലി ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നിന്റെ അച്ഛനെയും അഖേലയെയും ഒക്കെ കൊന്നതുപോലെ ഞാൻ നിന്നെയും കൊല്ലാൻ പോവുകയാണെന്ന് അവൻ പറയുകയും ഇതോടെ മൗഗ്ലി ദേഷ്യത്തോടെ ഒന്ന് നിന്ന ശേഷം അവന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ പേടിയില്ലെന്നും നീയൊരു മരപ്പാഴാണെന്നും പറയുന്നു. ഇതോടെ ദേഷ്യം വരുന്ന ഷേർഖാൻ അവന്റെ നേർക്ക് ചാടുകയും അവൻ അപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കയറിലേക്ക് ചാടി തൂങ്ങുകയും കൃത്യമായി അതിൽ വന്നിരിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഷേർഖാൻ നിന്ന ഉണങ്ങിയ ചില്ല ഒടിയുകയും അവൻ നേരെ താഴെയുള്ള തീയിലേക്ക് വീണ് കത്തി അമരുകയും ചെയ്യും. മൗഗ്ലി അപ്പോഴും അവിടെ സേഫായി ഇരിക്കുകയാണ്. ഈ സമയം മൗഗ്ലിയെ കാണാതെ അവിടെയുള്ളവരെല്ലാം ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ അവിടെ ഒരു കാഴ്ച കാണുന്നു. മൗഗ്ലി ആനക്കുട്ടിയുടെ പുറത്തിരുന്ന് വരികയാണ്. അവിടേക്ക് മുതിർന്ന ആനകളെല്ലാം വരികയും അവർ കല്ലും മരവും എല്ലാം ഒടിച്ചെടുത്ത് അവിടുത്തെ നദിയിലേക്കിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് അടയ്ക്കുകയും അതിന്റെ ദിശ തിരിച്ച് തീയുള്ള സ്ഥലത്തേക്ക് വിടുകയും ചെയ്യുന്നു. അങ്ങനെ വെള്ളം നേരെ തീ പിടിച്ച സ്ഥലങ്ങളിലേക്കെല്ലാം ഇരച്ചു കയറുന്നു. ഇതെല്ലാം അവർ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം മൗഗ്ലി അവന്റെ അമ്മയായ രക്ഷയെ നോക്കി ചിരിക്കുകയും അവൾക്ക് സന്തോഷമാവുകയും ചെയ്യും. ഈ സമയം ബഗീരയുടെ ഒരു ഡയലോഗാണ്, എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കാട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ രാത്രി ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. ഒരു ചെറിയ കുഞ്ഞ് സ്വന്തമായി ഒരു കൂട്ടമില്ലാതെ ശത്രുവിനെ പൊരുതി തോൽപ്പിച്ച് ഈ കാടിനെ മുഴുവൻ ഒന്നാക്കി. പിന്നീട് കാണിക്കുന്നത് അവരുടെ പ്രാക്ടീസ് ആണ്. മൗഗ്ലിയെ പിടിക്കാൻ ബഗീര പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ മരത്തിലേക്ക് വലിഞ്ഞു കയറി തന്റെ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് വള്ളിയിലേക്ക് ചാടി തൂങ്ങി ബഗീര പിടിക്കാതെ രക്ഷപ്പെടും. ബാലുവും ഇപ്പോൾ അവരുടെ കൂടെയാണ്. നീ എന്തിനാ മരത്തിലേക്ക് വലിഞ്ഞു കയറിയെന്നൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിനൊക്കെ പറ്റും, ഞാനൊരു മനുഷ്യനല്ലേ എന്ന് അവൻ പറയും. അങ്ങനെ അവർ നേരെ ചെന്നായ്കളുടെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇപ്പോൾ ചെന്നായ് കൂട്ടത്തിന്റെ തലവൻ രക്ഷയാണ്. അങ്ങനെ മൗഗ്ലിയും ബഗീരയും ബാലുവും കൂടി ഒരു മരച്ചില്ലയിലേക്ക് കയറിയിരിക്കുകയും അവർ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നുപേരും ആ മരച്ചില്ലയിൽ ഇരിക്കുകയും ചെയ്യും. ഇവിടെ വെച്ച് ജംഗിൾ ബുക്ക് എന്ന പുസ്തകത്തിന്റെ അവസാനത്തെ യഥാർത്ഥ ചിത്രം കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ജംഗിൾ ബുക്ക് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി 2016 പുറത്തിറങ്ങിയ ഈ സിനിമ വലിയ വിജയമായിരുന്നു. $175 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $100 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.